നമസ്കാരം. സി മലയാളം ന്യൂസിനൊപ്പം ഉള്ളത് ശ്രീ എ സജീവൻ, മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. നമസ്കാരം സർ. നമസ്കാരം. CPM അവരുടെ 86 സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. അതിൽ 56 സിറ്റിംഗ് MLA-മാരാണുള്ളത്, 11 മന്ത്രിമാർ, അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല മുഖങ്ങൾ, പ്രതീക്ഷിച്ച മുഖങ്ങൾ ധാരാളമായിട്ട്, അതുപോലെ ചില ഇളവുകൾ ഈ 2 ടേം വ്യവസ്ഥയൊക്കെ ലംഘിച്ചുകൊണ്ടൊക്കെയുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചത്. ഈ പട്ടിക പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ CPM-ൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് നിൽക്കുന്നത്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരോടൊപ്പം ഉണ്ടായിരുന്ന പല മനുഷ്യരും, വളരെ പ്രമുഖരായിട്ടുള്ള പല മനുഷ്യരും CPM-നെ വിട്ടുപോയ ഒരു കാലഘട്ടം കൂടെയാണ്. ഏറ്റവും പ്രധാനം G. സുധാകരനാണ്. ആലപ്പുഴയിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നു. വലിയ രാഷ്ട്രീയ ഒച്ചപ്പാടുണ്ടാക്കി. CPM-ന് ഒരു വിശദീകരണ യോഗം പോലും അവിടെ നടത്തേണ്ടി വരുന്നു. ഒരാൾക്കെതിരെ ഒരു പാർട്ടിക്ക് ഒരു വിശദീകരണ യോഗം നടത്തേണ്ടി വരുന്നു. ഇപ്പം ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്താണ്, ഞാൻ അംഗമല്ല എന്നൊക്കെ പറയുമ്പോൾ പോലും. അതുപോലെ TK ഗോവിന്ദൻ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ്. അതിനു മുമ്പ് ശ്രീ P. കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിലെ, PK ശശിക്ക് ഇപ്പോൾ കോൺഗ്രസ് പിന്തുണ കൊടുക്കുമെന്ന് പറയുന്നു. കൊല്ലത്തെ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി പാർട്ടി വിട്ടുപോയി. 3 തവണ MLA ആയിരുന്ന ഐഷ പോറ്റി പാർട്ടി വിട്ടുപോയി. അതിനടുത്ത് തന്നെ അഞ്ചലിൽ സുജാ ചന്ദ്രബാബു എന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്ലിം ലീഗിലേക്ക് ചേരുന്നു. മൊത്തത്തിൽ സമാനതകളില്ലാത്തൊരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് CPM-ൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നത്. ഈ ആദ്യ പട്ടിക കണ്ടപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നിയത്? 2021 കൃത്യമായിട്ടുള്ള നിലപാടെടുത്ത് ഒരു പക്ഷേ നമുക്ക് വെട്ടിനിരത്തിലെന്ന് പറയാവുന്ന രൂപത്തിൽ ഒരു 2 ടേമിൽ മത്സരിച്ച ആളുകൾ അവരെത്ര ഉന്നതരാണെങ്കിൽ പോലും വീണ്ടും മത്സരിക്കേണ്ട എന്താ കടും നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയാണ് CPM. തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ആളുകൾ മാറി നിൽക്കേണ്ടി വന്നത് വളരെ അതിന് 2021 മുമ്പത്തെ 2016 ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചുള്ള ശൈലജ ടീച്ചറാണെങ്കിലും ഐസക് ആണെങ്കിലും ഇവരൊക്കെ മാറി നിൽക്കേണ്ടി വന്നത് ഈ പാർട്ടി എടുത്ത നിലപാടിന്റെ പേരിലാണ്. ഇപ്പൊ പക്ഷെ അതെല്ലാം നമ്മൾ കാണുന്നത് താങ്കൾ പറഞ്ഞ പോലെ എല്ലാ സിറ്റിംഗ് MLA-മാരും മത്സരിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് മാത്രമല്ല, നേരത്തെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇപ്പൊ നെപ്പോട്ടിസത്തിന്റെ കാര്യം, അതൊരിക്കൽ പോലും മറ്റേത് പാർട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിലും CPM-നെ കുറിച്ച് പറയാനുണ്ടാവില്ല. CPM എന്നല്ല, ഇടതുപക്ഷ പാർട്ടികൾ പൊതുവെ ഇല്ലാത്തത്. പാർട്ടി ഇപ്പം EMS-ന്റെ മകൻ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ EMS-ന്റെ മകൻ മത്സരിക്കുന്നത് നെപ്പോട്ടിസത്തിന്റെ ഭാഗമായിട്ടോ കുടുംബാധിപത്യത്തിന്റെ ഭാഗമായിട്ടോ ആരും കണക്കാക്കിയിരുന്നില്ല. കാരണം EM ശ്രീധരൻ അക്കാലത്ത് വളരെയധികം ശ്രദ്ധാകേന്ദ്രമായിരുന്ന ആളാണ്. അദ്ദേഹം പാർട്ടി നിർബന്ധിച്ചിട്ടാണ് അവിടെ മത്സരിച്ചത്. അതേപോലെ ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്കൾ പറഞ്ഞ പോലെ ഇപ്പൊ TK ഗോവിന്ദന്റെ കാര്യം. TK ഗോവിന്ദൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ അതേ ഘട്ടത്തിൽ പാർട്ടിയിലേക്ക് വന്ന ആളാണ്. അവർ ഒരേ പോലെ തന്നെ ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ഒക്കെ പ്രവർത്തിച്ച ഒരേ തലയെടുപ്പോട് കൂടിയിട്ട് ഇപ്പോൾ രംഗത്ത് വന്നവരാണ്. ഇതിൽ MV ഗോവിന്ദൻ എന്ന് പറയുന്നത് അദ്ദേഹം മത്സരിച്ചു. അദ്ദേഹം 3 തവണ മത്സരിച്ചു എന്ന് മാത്രമല്ല, ഈ TK ഗോവിന്ദൻ അദ്ദേഹം തന്നെ പറയുന്ന പോലെ ഒരു തരത്തിലുള്ള പാർലമെന്ററി വ്യാമോഹം കാണിക്കാത്ത ആളാണ്. കഴിഞ്ഞ തവണ ഉൾപ്പെടെ അദ്ദേഹം തളിപ്പറമ്പ് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചിരുന്ന ആളാണ്. ഇത്തവണയും അദ്ദേഹത്തിന് വേണമെന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞിട്ടില്ല. ശരിക്കും കൊടുക്കാവുന്ന, കാരണം ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് വേറെ തരത്തിലൊന്നും പാർട്ടിയുടെ ഒരു വിഭാഗീയതയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാത്ത ഒരാൾ അവിടെ കൊടുത്തില്ല എന്നുകൊണ്ട് അദ്ദേഹം അവസാനം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അങ്ങനെ ഒരാൾ പുറത്തു പോകുന്നതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നതെന്ന് ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും 3 പേരുടെ പേര് പറഞ്ഞു. ആ 3 പേര് സംസ്ഥാന കമ്മിറ്റി കൊടുക്കാൻ തീരുമാനിച്ച് അവിടേക്ക് പോയത് 1 പേര് മാത്രം. അങ്ങനെ പറയുമ്പോൾ അവിടെയാണ് ഈ വിഭാഗീയതയുടെ പ്രശ്നമോ അല്ലെങ്കിൽ വിഭാഗീയതയല്ല, നെപ്പോട്ടിസത്തിന്റെ പ്രശ്നം വരുന്നത്. ഇതൊരിക്കലും CPM-ൽ പണ്ട് കാലത്തൊന്നും കേൾക്കാത്തതാണ്. ഇതേ കാര്യമാണ് അവിടെ പിന്നെ അമ്പലപ്പുഴയുടെ കാര്യത്തില് G. സുധാകരൻ പറയുന്നത്. G. സുധാകരന്റെ കാര്യത്തിൽ മാത്രം ഒരു നിലപാട്, അദ്ദേഹത്തിന് പ്രായമായി, അതുകൊണ്ട് നേരത്തെ പ്രവർത്തിച്ചിരുന്ന തലങ്ങളിലൊന്നും പാടില്ല, ബ്രാഞ്ചിന്റെ ഭാഗമായിട്ട് ഏറ്റവും താഴെത്തട്ടിലെ ഭാഗമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കണം, അവിടെ പോലും തനിക്ക് അങ്ങേയറ്റത്തെ അവഹേളനമായി ആണ് ഉണ്ടായതെന്നുള്ളത് അദ്ദേഹം പറയുന്നു.
ഈ പാർട്ടി സംസ്ഥാന സുധാകരന്റെ സെക്രട്ടറി കേസിൽ ഒരുപക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. സുധാകരൻ എല്ലായ്പ്പോഴും പാർലമെന്ററി താല്പര്യമുള്ള ആളായിരുന്നു എന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഈ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുക, മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവിടെ പക്ഷേ ഈ ഗോവിന്ദൻ ടി കെ ഗോവിന്ദൻ്റെ ഒക്കെ കാര്യത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ 3 തവണ എം വി ഗോവിന്ദൻ മത്സരിക്കുന്നു, പിന്നെ ഈ പറഞ്ഞതുപോലെ പി കെ ശ്യാമളയ്ക്ക് സീറ്റ് കൊടുക്കുന്നു. ഈ 30 കൊല്ലം 40 കൊല്ലമൊക്കെ ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട് പാർലമെന്ററി വ്യാമോഹം ഇല്ലെങ്കിൽ പോലും, വ്യാമോഹം എന്നുള്ള വാക്ക് ഞാൻ പിൻവലിക്കുകയാണ്, പാർലമെന്ററി മോഹം ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ പ്രവർത്തിക്കുന്ന നേതൃശേഷിയുള്ള ഒരാൾ പാർട്ടിയുടെ MLA ആയി വരുന്നത് അവസരം കൊടുത്ത് കൊണ്ടുവരേണ്ടതുണ്ട്, അവരെ കൂടെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് പാർട്ടിക്ക് തോന്നാഞ്ഞിട്ടായിരിക്കും എന്നുകൂടെ നമുക്ക് കരുതിക്കൂടെ? അല്ല, പാർട്ടിക്ക് തോന്നാനിട്ടായിരിക്കും എന്നുള്ളതല്ല, അത് അവിടെ കൃത്യമായിട്ട് പിന്നെ തന്നെ ആളുകളെ വെട്ടിമാറ്റുക എന്നൊരു നിലപാടെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഗോവിന്ദൻ ഒരിക്കൽ പോലും ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവില്ലായിരുന്നു. അദ്ദേഹം മത്സരിക്കുന്ന കാര്യം വെച്ചുകൊണ്ടല്ല, സുകന്യയെ പോലെ ഇപ്പൊ അവിടെ സ്ത്രീകൾക്ക് കൊടുക്കണം, അദ്ദേഹം ആ കമ്മിറ്റിയിൽ ഉയർന്നിട്ടുള്ള അഭിപ്രായം സുകന്യ മത്സരിക്കട്ടെ, വനിതയാണെങ്കിൽ സുകന്യ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അത് പറ്റില്ല. അപ്പൊ കൊണ്ടുവരുന്നത് ഒരു പ്രത്യേക രീതിയിലേക്കാവുന്നു. അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം. അതൊരു തീരുമാനമെടുക്കുമ്പോൾ പോലും ആ എടുത്ത തീരുമാനത്തിൽ വ്യത്യസ്തമായിട്ട് നിലപാടെടുക്കുന്നു. പയ്യന്നൂരിന്റെ കാര്യം നമ്മൾ നോക്കും. പയ്യന്നൂരിൽ ഇതുവരെ ഇപ്പോ പാർട്ടിയിൽ പുറത്താക്കിയിട്ട് അദ്ദേഹത്തെ കുലംകുത്തിയെന്നോ അങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോലും കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാ ആൾക്കും അറിയാവുന്ന കറകളഞ്ഞ സഖാവാണ്. അദ്ദേഹം ഉയർത്തിയിട്ടുള്ള പ്രശ്നം എനിക്ക് സീറ്റ് വേണം എന്നുള്ളതല്ല. പയ്യന്നൂരിൽ TV മസൂദനം മത്സരിക്കേണ്ട, ഞാൻ മത്സരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം നേരത്തെ ഉയർത്തിയ പ്രശ്നം അത് ഈ ഇവിടെയാണ് ഞാൻ തെരഞ്ഞെടുപ്പ് ചോദിക്കുന്നത്. അദ്ദേഹം ഒരു വലിയ പ്രശ്നം ഉയർന്നത് ഇപ്പോൾ സമീപകാലത്ത് കണ്ണൂരുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രശ്നം ഉയർന്നത് അവിടെയാണ്, ആ വിഷയത്തിലാണ്, ആ മണ്ഡലത്തിലാണ്. ഇതേ MLA സംബന്ധിച്ചാണ്. ഇതേ TI മധുസൂദനെ പാർട്ടി സംരക്ഷിച്ച് പിടിക്കുകയും കുഞ്ഞികൃഷ്ണനെ തള്ളിക്കൊണ്ട് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ മത്സരിപ്പിക്കുകയും ചെയ്യുമ്പോൾ എന്തായിരിക്കും റിസൾട്ട്? എങ്ങനെയായിരിക്കും അതിനെ പയ്യന്നൂരിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുക എന്നാണ് താങ്കൾ കരുതുന്നത്? നമ്മൾ കണ്ടാണല്ലോ പലപ്പോഴും ഈ പണ്ട് കാലത്താണെങ്കിൽ പാർട്ടി ഒരു ടെലിഫോൺ പോസ്റ്റിനെ നിർത്തിയാൽ പോലും ജയിക്കുന്ന അങ്ങനെയുള്ള മണ്ഡലങ്ങളാണ് ഈ പയ്യന്നൂരാണെങ്കിലും തളിപ്പറമ്പാണെങ്കിലും ഒക്കെ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. അവിടെ ആളുകൾ പലപ്പോഴും വേർതിരിഞ്ഞുകൊണ്ട് അത് എന്തെങ്കിലും പ്രശ്നം നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടെങ്കിൽ അവർ പലപ്പോഴും ശക്തമായ രൂപത്തിൽ പ്രതികരിക്കും. അത് ശരിയായ സമരമായിരുന്നോ അല്ലയോ എന്നുള്ളൊക്കെ രണ്ടാമത്തെ കാര്യം. നമുക്ക് വയൽക്കിളി സമരം എന്ന് പറയുന്നത് അത് നടന്നെവിടെ ഈ തളിപ്പറമ്പിലാണല്ലോ. ഈ തളിപ്പറമ്പിലെ അതിലൂടെ അവിടെയുള്ള പാർട്ടി സഖാക്കളാണ് അവിടെ ആ സമരത്തിന് നേതൃത്വം കൊടുത്തുള്ളത്. അവർ അതാണ് പണ്ട് കാലത്ത് അതുണ്ടാവില്ല. അങ്ങനെ ഒരു ആള് എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം പുറത്ത്, പാർട്ടി എപ്പോഴും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഇപ്പൊ പയ്യന്നൂരിലാണെങ്കിലും തളിപ്പറമ്പിലാണെങ്കിലും ഇപ്പൊ അമ്പലപ്പുഴയുടെ കാര്യത്തിലൊക്കെ വരുമ്പോ അവിടെ ഇത്രയും ഉണ്ടാവണമെന്നില്ല. കാരണം ഈ പാർട്ടി ഗ്രാമങ്ങളേറെ ഉള്ളത് വടക്കൻ മലബാറിലേക്കാണല്ലോ. അപ്പം ഇവിടെയൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. ഇതിന്റെ പ്രതിഫലനം എന്ന് പറയുന്നത് ഇപ്പൊ PK ശശിയുടെ കാര്യത്തിൽ, താങ്കൾ നേരത്തെ പറഞ്ഞ ഐഷ പോറ്റിയുടെ കാര്യത്തിൽ, അതൊക്കെ ഐഷ പോറ്റി ഈ TK ഗോവിന്ദനായിട്ടോ അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണനായിട്ടോ താരതമ്യപ്പെടുത്താവുന്ന ആളല്ല. അവർക്ക് വേണ്ട അവസരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ അതിലൊരു അഭിപ്രായ വ്യത്യാസം എനിക്ക് ആ പ്രദേശത്ത് അടുത്ത് എൻ്റെ സമീപത്തുള്ള പ്രദേശമാണെന്നുള്ളത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടെ വ്യക്തത കാര്യത്തിൽ പറയാൻ പറ്റുമായിരിക്കും. ഞാൻ അതിലേക്ക് വരാം. ഞാൻ ചോദിക്കുന്നത് പയ്യന്നൂരിൽ TI മധുസൂദനന്റെ ജയസാധ്യതയെ പറ്റിയാണ്. അത് പിന്നെ ഞാൻ ജയിക്കില്ലാതൊന്നും പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും വലിയ വെല്ലുവിളിയായിരിക്കും. കാരണം കുഞ്ഞികൃഷ്ണൻ നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്. കുഞ്ഞികൃഷ്ണൻ അവിടെ അട്ടിമറി ജയം നടത്തി കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നില്ല. കാരണം അത്രയധികം സ്വാധീനം അദ്ദേഹത്തിനുണ്ട്. പാർട്ടിയുടെ പ്രവർത്തകർ തന്നെ പല ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഉള്ളതാണ്. എന്നെല്ലാം തന്നെ പാർട്ടി മൊത്തമായിട്ട് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞാലും കുലംകുത്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ കുഞ്ഞികൃഷ്ണൻ നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ട് പിന്നെ കോൺഗ്രസിന്റെ വോട്ട് കൂടി വരുമ്പോൾ അല്ലെങ്കിൽ UDFന്റെ വോട്ട് കൂടി വരുമ്പോൾ അത് കുഞ്ഞികൃഷ്ണൻ മാത്രം സ്വാധീനം വെച്ചുകൊണ്ടല്ല, കോൺഗ്രസ് അദ്ദേഹത്തിന് പിന്തുണയ്ക്കും, UDF പിന്തുണയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു അട്ടിമറി ഉണ്ടാവാനുള്ള സാധ്യത എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഉണ്ടായാൽ അതിൽ അത്ഭുതം തോന്നിയിട്ട് കാര്യമില്ല. ഈ ഐഷ പോറ്റിയുടെ കാര്യത്തിലേക്ക് വരാം. താങ്കൾ പറഞ്ഞതാണ്, അതായത് ഈ ഐഷ പോറ്റി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ R ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് ഒരിക്കലും അദ്ദേഹം തോറ്റിട്ടില്ല. R ബാലകൃഷ്ണപിള്ള തോറ്റിട്ടില്ലാത്ത കൊട്ടാരക്കരയിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് ഐഷ പോറ്റി വരുന്നത്. അന്ന് അവർ വളരെ സജീവമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സജീവമായിരുന്നു. അതിനുശേഷം MLA എന്നുള്ള നിലയ്ക്കും സജീവമായിരുന്നു. 3 തവണ MLA ആയിരുന്ന ആളാണ്. ഇപ്പോൾ പാർട്ടിയുടെ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്ന് പറയുമ്പോൾ പാർട്ടി അവർക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുത്തു എന്ന് പറയുന്നു. പക്ഷേ ഒരല്പം കൂടെ വിശാലമായി ചിന്തിച്ചാൽ അവിടെ അതിനെ ഒരു CPM മണ്ഡലം
വ്യക്തമാക്കിയത് ഐഷ പോറ്റിയാണ്. ഐഷ പോറ്റിയുടെ ജനകീയതയിൽ CPM വളർന്നു എന്നൊരു കാര്യം കൂടെ ഉണ്ട് അവിടെ. അത് പാർട്ടി കാണാതെ പോയി എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഐഷ പോറ്റിയുടെ പരാതി. അവിടെ KN ബാലഗോപാൽ ഇത്തവണ മത്സരിച്ചാൽ ജയിക്കുമോ? താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുക? ബാലഗോപാല് നേതാവ് എന്ന നിലയിൽ, മന്ത്രി എന്ന നിലയിൽ മോശക്കാരൊന്നുമല്ല. പക്ഷെ താങ്കൾ പറഞ്ഞ ഐഷ പോറ്റിയുടെ സ്വാധീനം, UDFന്റെ പിന്തുണ എന്ന് പറയുന്നതൊക്കെ അടുത്ത മത്സരമായിട്ട് അവിടെ വരും. അത് അക്കാര്യത്തിൽ സംശയമില്ല. ഐഷ പോറ്റിയുടെ ജനസ്വാധീനത്തെ കുറിച്ച് ഞാൻ നേരത്തെ TK ഗോവിന്ദനായിട്ട് താരതമ്യപ്പെടുത്തി. TK ഗോവിന്ദൻ ഇത്തരത്തിലുള്ള ഒരു അവസരങ്ങൾക്കും വേണ്ടി നിൽക്കാത്ത ഒരാൾ. അദ്ദേഹത്തിന് ഐഷ പോറ്റി കിട്ടിയ പോലുള്ള പരിഗണന പോലും കിട്ടിയിട്ടില്ല. ഇവിടെ ആ വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. അതേപോലെ കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിലാണെങ്കിലും കുഞ്ഞികൃഷ്ണൻ ഈ അവസരങ്ങൾ ധാരാളം കിട്ടിയിട്ടുള്ള ആളല്ല. അത് മാത്രമല്ല, അവർ ഉയർത്തുന്ന പ്രശ്നങ്ങളും വേറെയാണ്. ഐഷ പോറ്റിയുടെ കാര്യത്തിൽ ഐഷ പോറ്റിയെ താഴ്ന്ന പ്രശ്നമാണുള്ളത്. അതിന്റെ ഒരു കാര്യത്തിൽ പാർട്ടിയിലെ അണികൾ എത്രമാത്രം അവരോടൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഉറപ്പില്ല. എന്തായാലും അവിടെ അല്ല, ഇപ്പോൾ ഒരു പക്ഷേ ഐഷ പോറ്റിക്ക് സ്വാധീനമില്ല. ഐഷ പോറ്റി സജീവ CPM MLAയും അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിരുന്നപ്പോൾ ഐഷ പോറ്റിക്ക് ആ സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു. ആ സ്വാധീനത്തിൽ തന്നെയാണ് CPM അവിടെ ബാലകൃഷ്ണപിള്ളയുടെ മണ്ഡലമായിരുന്ന ഒന്നിനെ CPMന്റെ മണ്ഡലമാക്കി മാറ്റിയത്. ഇപ്പോൾ പക്ഷേ അതുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഇപ്പോൾ കണ്ടറിയേണ്ട കാര്യമാണ്. താങ്കൾക്ക് തുടരാം. തീർച്ചയായിട്ടും അതാണ് അവരവിടെ ഒരു വലിയ അട്ടിമറി വിജയം നേടിയിട്ടുണ്ട്. അത് മാത്രമല്ല, അവരുടെ പ്രവർത്തനം ഗംഭീരമായിരുന്നു. അവിടെ അവരെ തഴഞ്ഞു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനമൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടായേക്കും. പക്ഷേ ഇപ്പുറത്ത് സ്ഥാനാർത്ഥിയാവുന്ന ബാലഗോപാലാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഈ ഏതെങ്കിലും തരത്തിൽ ഭരണകർത്താവ് എന്ന നിലയിലോ അല്ലെങ്കിൽ MLA നിലയിലോ മോശമായ പ്രകടനമൊന്നുമല്ല കാഴ്ചവെച്ചത്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഒറ്റയടിക്ക് വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഒരു കടുത്ത മത്സരം അവിടെ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പുറത്തേക്ക് വരുമ്പോൾ അതായത് നമ്മൾ ഈ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന മണ്ഡലം, അവിടെ VK പ്രശാന്ത്, അദ്ദേഹം ഒരു ജനകീയനായ മേയർ എന്നുള്ള നിലയ്ക്കാണ്. അതായത് മുരളീധരൻ നേരത്തെ വട്ടിയൂർക്കാവിൽ MLA ആയിരുന്നു. മുരളീധരൻ വടകര മത്സരിച്ച് MP ആവുന്നു. ആ സ്പേസിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മേയറായിരുന്ന VK പ്രശാന്തിനെ അവിടെ മത്സരിപ്പിക്കുന്നു. അതിന് തൊട്ടു മുമ്പ് പ്രളയം വരുന്നു. വയനാട്ടിലെ പ്രളയത്തിലേക്ക് ധാരാളം പ്രളയം നടക്കുന്നിടത്തേക്കെല്ലാം ധാരാളം സാധന സാമഗ്രികൾ എത്തിച്ചു കൊടുക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ജനകീയനായ മേയർ ബ്രോ മത്സരിക്കുന്നു, ജയിക്കുന്നു. ഒരു തവണ കൂടി മത്സരിക്കുന്നു, ജയിക്കുന്നു. പക്ഷേ ഇപ്പോഴും K മുരളീധരൻ്റെ ഏറ്റവും സേഫ് സീറ്റ് ഏതെന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ പറയുന്നത് വട്ടിയൂർക്കാവ് എന്നാണ്. VK പ്രശാന്തും മണ്ഡലത്തിൽ ധാരാളം മികച്ച പ്രവർത്തനങ്ങളിലൂടെ ചെറിയ റോഡ് നിർമ്മാണങ്ങളടക്കം നടത്തുകയും സാധാരണക്കാരുമായിട്ട് ഇടപഴകുകയും വലിയൊരു ജനസ്വാധീനം ഉണ്ടാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മത്സരിക്കുകയാണ്, VK പ്രശാന്തും അവിടെ മത്സരിക്കുകയാണ്. എന്തായിരിക്കും റിസൾട്ട് എന്നാണ് താങ്കൾ കരുതുന്നത്? വട്ടിയൂർക്കാവിന്റെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞ പോലെ മുരളീധരൻ സേഫ് സീറ്റ് ആയിട്ടൊക്കെ കണക്കാക്കുന്നുണ്ടെങ്കിൽ പോലും പ്രശാന്ത് അവിടെ സ്വന്തം തട്ടകം കൃത്യമായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരാളാണ്. ഒരു സംശയമില്ല. അദ്ദേഹം ആ ജനസ്വാധീനം നന്നായിട്ട് അത് പാർട്ടിയുടെ ബലത്തേക്കാൾ കൂടുതൽ നേരത്തെ ഐഷ പോറ്റിയെ പറ്റി പറഞ്ഞ പോലെ ഈ വ്യക്തിപരമായ സ്വാധീനം അത് ഏറ്റവും കൂടുതലുള്ള ഒരാളാണ്. മുരളീധരൻ അവിടെ കൃത്യമായിട്ട് നേരത്തെ MLA ആയതൊക്കെ അദ്ദേഹത്തിന് വടക്ക് നിന്ന് പോയിട്ട് അവിടെ പോയിട്ട് ഇത്രയും സ്വാധീനം ചെലുത്തുക എന്ന് പറയുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ മുരളീധരനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് സ്വന്തം തട്ടകം എന്ന് പറയാൻ പോകുന്നില്ല. നേരത്തെ കോഴിക്കോട്ടിൽ പാർലമെന്റ് മണ്ഡലമായിരുന്നു. സ്വന്തമായിട്ട് തട്ടകം ഇല്ലാതായി പോയ മുരളീധരന് തീർച്ചയായിട്ടും മുരളീധരൻ തന്നെ കൊണ്ട് കളഞ്ഞാണല്ലോ അദ്ദേഹത്തിന്റെ തട്ടകം. അദ്ദേഹം നേരത്തെ കോഴിക്കോട് പാർലമെന്റ് അംഗം എന്നുള്ളതിലേക്ക് അദ്ദേഹത്തിന് തട്ടകമാക്കി വെക്കാവുന്നതായിരുന്നു. നമുക്കറിയാം KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നല്ല ജനസ്വാധീനമുള്ള ആളായിരുന്നു അദ്ദേഹം. ആ രീതിയിൽ വളരുമായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് മന്ത്രിമോഹം ഉണ്ടായത്. അങ്ങനെ വന്നിട്ട് അത് പിന്നീടാണ് ഈ പ്രശ്നം, പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന പ്രശ്നം ഉണ്ടാവുന്നു, അച്ഛനുമായിട്ട് പിണങ്ങുന്ന പ്രശ്നം ഉണ്ടാവുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഇപ്പം വട്ടിയൂർക്കാവിൽ MLA ആയിരുന്ന മുരളീധരൻ ഒരിക്കലും വടകരയിൽ മത്സരിക്കേണ്ട കാര്യമൊന്നുമില്ല. വടകരയിൽ മറ്റുള്ള ആളുകളെ മത്സരിപ്പിച്ചാണ്. പക്ഷെ മുരളീധരൻ അതിന് മറ്റെന്തോ താല്പര്യം കണ്ടിട്ടായിരിക്കാം മത്സരിച്ചത്. അപ്പൊ മുരളീധരന് ഈ പ്രശാന്ത് മുരളീധരന് ഒഴിച്ചിട്ട കസേര, ആ കസേരയിൽ കൃത്യമായിട്ടും ഇരുന്നു എന്ന് മാത്രമല്ല ആ കസേര അവിടെ വേര് പിടിക്കുകയും ചെയ്തു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, നമ്മൾ സംസാരിക്കുന്ന CPMന്റെ പട്ടികയെക്കുറിച്ചാണെങ്കിൽ പോലും മുരളീധരൻ്റെ കേസിൽ ഒന്ന് പറഞ്ഞു പോകണമെന്ന് തോന്നി. ഏതെങ്കിലും കാരണവശാൽ ഇവിടെ വട്ടിയൂർക്കാവിൽ തീപ്പൊരി ചുതർന്ന മത്സരമായിരിക്കും. മുരളീധരൻ തോൽക്കുകയാണെങ്കിൽ മുരളീധരൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാകും എന്ന് കരുതേണ്ടിയിരിക്കുന്നു. കാരണം തുടർച്ചയായ മൂന്നാമത്തെ തോൽവിയാകും. അപ്പോൾ ഈ നേമത്ത് ചാവേറായി മത്സരിച്ച് തോറ്റു. അത് കഴിഞ്ഞ് വടകര ഉണ്ടായിരുന്ന മുരളീധരൻ തൃശ്ശൂരിൽ വന്നിട്ട് അവിടെ നിന്ന് തോറ്റു. ഇപ്പോൾ വീണ്ടും വന്ന് വട്ടിയൂർക്കാവിൽ തോൽക്കുമ്പോൾ
പിന്നെ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ഇരിക്കുന്ന ആളെ മാറ്റിയിട്ട് KPCC പ്രസിഡന്റ് സ്ഥാനം മുരളീധരന് കിട്ടണം എന്നുള്ള വാശിയിലേക്ക് എങ്ങനെ അദ്ദേഹം വരേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അങ്ങനെ വാശി പിടിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം മുരളീധരൻ അങ്ങനെ വാശി പിടിക്കാവുന്ന ഒരു അവസ്ഥയിലൊന്നും അല്ല ഉള്ളത്. അപ്പം നേരത്തെ സുധാകരൻ വാശി പിടിച്ച പോലെ അങ്ങനെ വാശി പിടിച്ച് വാങ്ങാവുന്ന ഒരു സ്ഥിതി ഉണ്ടായില്ല. ആദ്യം പാർട്ടിയിലേക്ക് തിരിച്ചു വന്നതന്നെ നമുക്കറിയാവുന്നതാണല്ലോ. കരുണാകരൻ വന്നിട്ട് പോലും മുരളീധരന്റെ പാർട്ടിയിലേക്ക് പിന്നീട് എടുക്കാതിരുന്നതിന് കാരണം മുരളീധരൻ അക്കാലത്തെ കോൺഗ്രസിലുണ്ടായിരുന്ന നേതാക്കന്മാരൊക്കെ പരമാവധി വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മുരളീധരന് ഇപ്പൊ നേരത്തെ ഐ ഗ്രൂപ്പിന്റെ അനിഷേധ്യ നേതാവായിട്ട് കരുണാകരൻ ഉള്ള സമയത്ത് പോലും അവസാന ഘട്ടത്തിൽ അനിഷേധ്യ നേതാവായിരുന്നു മുരളീധരൻ. പക്ഷെ പിന്നീട് അതിന് പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയും മുരളീധരൻ ഈ DIC രൂപീകരിച്ച് പുറത്തു പോയിട്ട് കോൺഗ്രസിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി LDFന്റെ ഭാഗമാവാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. അപ്പൊ ഈ വീണ്ടും വന്നിട്ട് അദ്ദേഹത്തിന് എന്താണ് ഇപ്പോഴും പിടിച്ചു കയറാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. അതുകൊണ്ടാണ് ഈ ഒരു ആത്മഹത്യാ സ്ക്വാഡ് എന്നുള്ള നിലയ്ക്ക് എവിടെയും ഏത് അപകടം പിടിച്ച സ്ഥലത്തും മത്സരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണ് അദ്ദേഹം വടകരയിലൊക്കെ ജയിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് അതേപോലെ തന്നെ ഇനി ആവർത്തിക്കണമെന്നില്ല. അദ്ദേഹത്തിന് വട്ടിയൂർക്കാവ് അദ്ദേഹത്തിന് മോശം സ്ഥലമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രശാന്തിന്റെ കാര്യത്തിൽ മറ്റിപ്പോ സാധാരണ MLA പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു പ്രശാന്ത് സ്വന്തം മണ്ഡലം കൃത്യമായിട്ട് നോക്കിയ ഒരാളാണ്. താങ്കൾ പറയുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അത് നേരിട്ട് നമുക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണ്. എല്ലായ്പ്പോഴും മണ്ഡലത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഞാൻ തിരിച്ച് നമുക്ക് പേരാവൂരിലേക്ക് വരാം. മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറുന്ന KK ശൈലജ എന്ത് എഫക്റ്റാണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ അവിടെ പേരാവൂരിൽ കോൺഗ്രസിന്റെ മണ്ഡലമാണ്. അവിടെ സണ്ണി ജോസഫിന് എതിരെ നിർത്താവുന്ന ഏറ്റവും ശക്തയായിട്ടുള്ള സ്ഥാനാർത്ഥി അതിപ്പോ വേറെ പിണറായി വിജയൻ മത്സരിക്കണം. അതല്ലാതെ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കണ്ണൂർ ജില്ലയിലുള്ള അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തമായിട്ട് എടുത്താൽ പിണറായി കഴിഞ്ഞാൽ പിന്നീട് നിർത്താൻ പറ്റുന്ന സ്ഥാനാർത്ഥി KK ശൈലജ തന്നെയായിരിക്കും. അത് സംശയമൊന്നുമില്ല. കാരണം അവരെ കുറിച്ച് ഒരുപക്ഷെ പിണറായിയോട് ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രിയം അവരെ കുറിച്ച് എതിരാളികൾക്ക് പോലും മോശമായിട്ടുള്ള അഭിപ്രായമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ പിടിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിയോഗിച്ചതെന്നൊന്നും ഞാൻ പറയില്ല. അത് TK ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ശൈലജ എന്തിനാ അവിടെ നിർത്തി എന്നൊരു ചോദ്യം മട്ടന്നൂരിൽ നിർത്താൻ പറ്റായിട്ടാണോ, മട്ടന്നൂരിൽ തോൽക്കുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. മട്ടന്നൂരിൽ അവർക്ക് ഈസി വോക്ക് ഓവർ ആയിരുന്നു. പക്ഷേ അതിന് പകരം എന്തുകൊണ്ടാണ് ഇവിടെ നിർത്തിയെന്ന് ചോദിച്ചാൽ അവരെ ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റിയ ഒരു ശക്തയായ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കല്ല ആവണമെന്നില്ല. അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവരാണ് സത്യത്തിൽ അങ്ങനെ അവിടെ കോൺഗ്രസിന്റെ മണ്ഡലത്തിൽ പിടിച്ചെടുക്കാൻ പേരാവൂർ പിടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കണ്ണൂരിൽ പോലും മറ്റൊരു നേതാവില്ല LDFൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പേരാവൂര് പിടിച്ചെടുക്കുന്ന ശൈലജ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. കാരണം പിണറായി വിജയന് പോലും സാധിക്കില്ല. അല്ലെങ്കിൽ പിണറായി വിജയൻ പോലും അങ്ങനെ മണ്ഡലം മാറി നിന്ന് ഈ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോകും. അതും KPCC പ്രസിഡന്റ് മത്സരിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥിരം സ്ഥലമായിട്ടുള്ള പേരാവൂര് പിടിച്ചെടുക്കാൻ ശൈലജ വരുന്നു. അങ്ങനെയാണ് പിന്നെ ശൈലജ മുഖ്യമന്ത്രി ആവണം എന്നും കൂടെ നമുക്ക് ചിന്തിക്കാം അല്ലേ? അല്ല, അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് പാർട്ടിയുടെ ഒരു അവസ്ഥയാണ്. കാരണം പണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ വളരെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് വളരെ സജീവമായിരുന്ന കാലത്ത്, അതായത് ആ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഗൗരിയമ്മ മത്സരിക്കുമ്പോൾ അന്ന് ഞാൻ ജോലി ചെയ്യുന്ന കേരളാവധിയിലൊക്കെ വളരെ കൃത്യം അവർ തന്നെയാണ് മുഖ്യമന്ത്രി എന്ന നിലയിലാണ് നമ്മളൊക്കെ കണക്കാക്കിയിരുന്നത്. പക്ഷെ സംഭവിച്ചെന്താന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അവർ ഗൗരിയമ്മ എത്രമാത്രം യോഗ്യയായിരുന്നു അത്രയും യോഗ്യയാണ് KK ശൈലജ എന്നുള്ളതൊക്കെ സംശയമൊന്നുമില്ല. പക്ഷെ അത് നമുക്ക് ആഗ്രഹിക്കാൻ പറയാമെന്നൊക്കെ ഉള്ളതല്ലാതെ അത് നടക്കുന്ന നമ്മൾ പ്രവചനത്തിലേക്ക് പോയാൽ അത് CPMന്റെ കാര്യത്തിൽ യാഥാർത്ഥ്യമാവണമെന്നില്ല. അല്ല, ഒരുപക്ഷെ ഈ കേരളത്തിൽ നിലവിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം, നമ്മളത് പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടല്ല, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു ഫലം കൂടെ വെച്ചിട്ടാണ് പറയുന്നത്. അതാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു തെളിവ്. ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ CPMന് അത്ര സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയൊന്നുമല്ല കേരളത്തിലുള്ളത് രാഷ്ട്രീയമായിട്ടും. അതുകൊണ്ട് തന്നെ ഈ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിൽ വന്ന KK ശൈലജ സണ്ണി ജോസഫിനെ തോൽപ്പിച്ച് ആ മണ്ഡലം പിടിച്ച് മുഖ്യമന്ത്രിയാവും എന്ന് വിചാരിക്കാൻ അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇത് CPMനകത്തെ ഒരു ഒതുക്കലിൻ്റെ ഭാഗമാണ് എന്നുള്ള വായ്ത്താരിക്കായിരിക്കും കൂടുതൽ ശക്തിയെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അത് CPMനകത്ത്, കണ്ണൂർ CPMനകത്ത്
അങ്ങനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഈ കഴിഞ്ഞ ദിവസം വരെ സജീവമായിരുന്ന 10-60 വർഷക്കാലം വളരെ പാർട്ടി പ്രവർത്തനത്തിന്റെ പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടായിരുന്ന TK ഗോവിന്ദൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് അവരെ ഒതുക്കിയത്, അവരെ പേരാവൂരിട്ടത്? എന്തുകൊണ്ടാണ് P ജയരാജൻ മത്സരിച്ചിട്ട് പരാജയപ്പെട്ടപ്പോൾ, ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ മറ്റു ജില്ലാ സെക്രട്ടറിമാർക്ക് എല്ലാവർക്കും, അങ്ങനെ പരാജയപ്പെട്ട ജില്ലാ സെക്രട്ടറിമാർക്ക് എല്ലാവർക്കും പഴയ അവസ്ഥയിൽ ആവണത്തിലേക്ക്, അതായത് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവസരം കൊടുത്തിട്ടും എന്തുകൊണ്ട് P ജയരാജന് കൊടുത്തില്ല? എന്തുകൊണ്ട് തന്നെ പോലുള്ള ആളുകൾ താഴ്ന്നു എന്നതിന് കാരണം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ നിയോഗിച്ചിട്ടുള്ളത് പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല, സ്വാഭാവികമായിട്ടും. പക്ഷെ ഞാൻ അപ്പോഴും അവരുടെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് പറയുന്നത് എത്രമാത്രം ആ രീതിയിലാണെങ്കിൽ പോലും അവര് ജയിക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ അവർക്ക് പറ്റുന്നത് പോലെ മറ്റൊരാൾക്ക് അവിടെ മത്സരിച്ച് ഒരു അട്ടിമറി വിജയം ഉണ്ടാക്കണമെങ്കിൽ അതിന് കഴിയില്ല. ഒരു കാര്യം കൂടെ, പൊന്നാനി മണ്ഡലത്തിലെ അഡ്വക്കേറ്റ് MK സക്കീറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചാണ്. അദ്ദേഹം PSC ചെയർമാനായിരുന്ന ആളാണ്, വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിരുന്ന ആളാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയപ്പം രാജിവെച്ചു. എങ്ങനെ ഈ പൊന്നാനി മണ്ഡലത്തിലെ സക്കീറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ കാണും? അല്ല, അത് സക്കീർ UDF LDFന്റെ പക്ഷത്താണെന്നുള്ള സംശയം. എത്രയോ കാലമായിട്ട് അദ്ദേഹം LDF CPM-ന്റെ സഹയാത്രികനായിട്ട് CPM-കാരനായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത് പക്ഷെ അവിടെ ഒരു അട്ടിമറിക്കുള്ള സാധ്യതയോ അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല. കാരണം പൊന്നാനി എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാവണമെന്നില്ല. അത് അവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പൊ പ്രഖ്യാപിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന ആള് കുറെ കാലമായിട്ട് അവിടെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മണ്ഡലത്തിൽ വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് സക്കീർ നല്ല സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് തന്നെ വേറൊരാളെ കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് ആവണമെന്നില്ല. കാരണം കുറെ കൂടി സാധ്യത മുസ്ലിം കാൻഡിഡേറ്റ് ആകുമ്പോൾ ഉണ്ടാവുന്ന സാധ്യത കൂടി കണക്കാക്കിയിട്ടായിരിക്കും അദ്ദേഹത്തെ വെച്ചിട്ടുള്ളത്. എന്തായാലും അവിടെ അതൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു നേട്ടത്തിലേക്കൊന്നും പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. നിയമത്തെക്കുറിച്ച് കൂടെ സംസാരിക്കാം സാർ. അവിടെ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അവിടെ V ശിവൻകുട്ടി തന്നെയാണ് മത്സരിക്കുന്നത്. അതിൻ്റെ റിസൾട്ടിനെ എങ്ങനെയായിരിക്കും വിലയിരുത്തുക? പ്രത്യേകിച്ചും BJP ഇപ്പോൾ അടുത്തിടയ്ക്ക് ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളിലൊന്നും കാര്യമായി പങ്കുവഹിക്കുന്നതിലൊന്നും അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. അവർ അടിത്തട്ടിൽ വലിയ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിയമത്ത് എന്തായിരിക്കും റിസൾട്ട്? എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുക? നിയമത്ത് ആദ്യം തന്നെ ഒരുപക്ഷെ എനിക്കൊന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഞാനാണ് അവിടെ സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ച ഒരാള് രാജീവ് ചന്ദ്രശേഖരാണ്. അദ്ദേഹം എത്രയോ നേരത്തെ തന്നെ പറഞ്ഞു നിയമത്ത് ഞാൻ മത്സരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം അതിനകത്ത് ആ നിയമത്തിന്റെ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ശിവൻകുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ ഈ താങ്കൾ നേരത്തെ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. അതിൽ തന്നെ ശിവൻകുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും വലിയ എതിരഭിപ്രായങ്ങളൊക്കെ ധാരാളം ഉള്ളതാണ്. BJP അവിടെ ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ആ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ തന്നെ ജയിക്കാൻ വേണ്ടിയാണ് അത് നടത്തുന്നത് എന്നുള്ളൊരു തോന്നൽ ഒരുവിധ എല്ലാ ആളുകളിലും ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഘട്ടത്തിൽ പാർട്ടി തീരുമാനം എടുത്തിട്ടില്ല, പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഒന്നും പറഞ്ഞിട്ടില്ല. അതിനു മുമ്പേ തന്നെ ഞാൻ മത്സരിക്കും നേമത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം അവിടെ സജീവമാക്കിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും 2-3 സീറ്റ് നേടുക എന്നുള്ളത് BJPയുടെ ഒരു ലക്ഷ്യമാണ്. അവർ ഭരണത്തിലേക്കൊന്നും വരുന്നോ അല്ലെങ്കിൽ മുഖ്യ പ്രതിപക്ഷമാകുന്നോ ഉള്ള വിശ്വാസമൊന്നും അവർക്കില്ല. പക്ഷെ 3-4 സീറ്റുകൾ അവർ എങ്കിലും പിടിച്ചെടുക്കണമെന്നുണ്ട്. അതിൽ അവർ ആദ്യമായിട്ട് കണക്കൂട്ടുന്ന മണ്ഡലം തന്നെ നിയമമാണ്, അതിൽ സംശയമില്ല. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ അവിടെ അട്ടിമറി നടത്തിയാൽ ഞാൻ അതിൽ അത്ഭുതപ്പെടില്ല. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ A സജീവൻ. നമ്മൾ വളരെ കുറച്ച് സമയപരിമിതി കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. കുറച്ചുകൂടി കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ടായിരുന്നു. വളരെ നന്ദി അല്പസമയം സി മലയാളം ന്യൂസിനൊപ്പം ചെലവഴിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.